ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ സോളിൽ നിന്നുള്ള മെസ്സേജാണ്. അവരുടെ ട്രൂ ഫീലിങ്സ് ആണ്. അപ്പോൾ അവരുടെ ജെന്യുവൻ ഫീലിങ്സ് ആണ്. അപ്പോൾ എന്താണ് അവരുടെ സോളിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവരുടെ സോൾ മെസ്സേജ്. യൂണിവേഴ്സാണ്. അപ്പോൾ ഇതൊരു ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. ഈ ഒരു സമയം അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അവർ പൂർണ്ണമാകണമെങ്കിൽ അവർക്ക് നിങ്ങൾ വേണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇപ്പം അവരുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു ചിന്തയും അവർക്കില്ല എന്നുള്ളതാണ്. അവർ ഫ്രീക്വൻ്റ്ലി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മാറി നിൽക്കുന്നെന്നോ ഒന്നും അവർ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ ഇത് ഒരു മിസ്സിങ് എന്നും ഈ ഒരു സമയം അവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഫ്രീക്വൻ്റ്ലി നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്ന് വേണം പറയാൻ. ട്രയംഫൻ്റ് ആൻഡ് സക്സസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ. അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ എതിർത്തൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു പോയ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഒരുപാട് നെഗറ്റിവിറ്റി ഏൽക്കേണ്ടി വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അതിൽ കുറേയധികം പ്രതിബന്ധങ്ങൾ നിങ്ങളും അവരും ഒക്കെ നേരിട്ടിട്ട് ഉണ്ടായിരിക്കാം. പക്ഷേ എന്നാൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു ജെനുവിൻ കമ്മ്യൂണിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതോറിറ്റിയാണ് ഇതിനകത്ത്. ചില ആൾക്കാർ ഇതൊരു ഹസ്ബൻഡ് വൈഫായിരിക്കാം. അപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെതായ ഒരു ഈഗോ അവർ പുറത്ത് മാത്രം കാണിക്കുന്നതാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം അവർ വെറും ഒരു മുഖംമൂടി മാത്രമാണ് എന്നുള്ളതാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ഈഗോയും ഇല്ല, പക്ഷേ അവർ പുറത്തത് കാണിക്കുന്നതാണ്. പക്ഷേ അവർ വിചാരിക്കുന്നു നിങ്ങൾ അവരിൽ നിന്ന് ഒരിക്കലും മാറിപ്പോയിട്ടില്ല. അവരുടെ എല്ലാ കാര്യത്തിനും നിങ്ങൾ അവരിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അവർ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത്. റെസ്റ്റ് ആൻഡ് റെജുവിനേറ്റ് ആണ്. തളർന്നു പോയ പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ളൊരു ചിന്തയാണ്. ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടായിരിക്കാം ഈ അടുത്ത കാലത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയും ഒറ്റപ്പെടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം അവർക്ക് കുറച്ച് ഊർജം സംഭരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവരെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അവർക്ക് ആവശ്യമാണ്. ഈ ഒരു സമയം അവരുടെ ശരീരത്തിനും മനസ്സിനും ഒരു റെജുവിനേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ വേറൊരു കാര്യത്തിൻ്റെ ആവശ്യം വരില്ലായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങളില്ലാത്തത് കൊണ്ട് പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം അത് അവർ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡാണ്. ഒറ്റയ്ക്കാണ് അവരിപ്പോൾ. കാരണം അവരുടെ കൂടെ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നുള്ളതാണ്. കാരണം മറ്റാരെയും അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരുടെ എനർജി ലെവൽ എന്ന് പറയുമ്പം അത് നിങ്ങളുമായിട്ട് മാത്രം കണക്റ്റഡ് ആകാൻ അവർ ആഗ്രഹിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം നിങ്ങൾ അവരുടെ കൂടെ ഫിസിക്കലി നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് മറ്റാൾക്കാർ ആയിട്ടുള്ളൊരു കണക്ഷൻ അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കുറേ ആൾക്കാരുടെ നടുവിലിരുന്നാലും ഇവർക്ക് ഒരു ഒറ്റപ്പെടലാണ്. എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും അവരൊരിക്കലും ഒരുപാടും പൂർണ്ണമായിട്ട് സന്തോഷിക്കാനേ അവർക്ക് പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ഒരു ബോറടിച്ചിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഫേം ഫൗണ്ടേഷനാണ്. നിങ്ങൾ ശരിക്കും ഒരു ദൃഢമായ ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്. നിങ്ങൾ കണ്ടില്ലെങ്കിലും
അഥവാ കുറേ കാലം കാണാതിരുന്നാൽ പോലും ഇത് നഷ്ടപ്പെട്ടു പോകുന്നതോ ഇല്ലാതായി പോകുന്നതോ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇതെന്നാണ് അവരുടെ സോൾ നിങ്ങളോട് പറയുന്നത്. കാരണം ഇതൊരിക്കലും മറ്റാർക്കും തന്നെ തകർത്ത് കളയാൻ പറ്റൂല. ഇത് ഇവർ വിചാരിച്ചാലും അത് തകർത്ത് കളയാൻ പറ്റൂല എന്നുള്ളതാണ്. കാരണം ഇത് അത്രയും ഒരു ഫൗണ്ടേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ബേസിക് ഫൗണ്ടേഷൻ, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഫേം ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ നിങ്ങൾ തമ്മിലുണ്ട്. അത്രയും ദൃഢമായ ഒരു ബന്ധമാണ് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ കാലം മുതലേ ഉള്ള ബന്ധമായിരിക്കാം, ഈ അടുത്ത കാലത്തൊന്നും വന്നതായിരിക്കാനുള്ള സാധ്യതയില്ല. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഒറ്റപ്പെടലുണ്ടെങ്കിലും അവരിപ്പോൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലം അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗം ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും അവരിപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും, അവരിപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫ്യൂച്ചർ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ അവർ ചെയ്യുന്ന കാര്യത്തിൽ എന്നാണ് കാണുന്നത്. ഇമോഷണൽ ലോസ് ആണ്. ഒരു 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഈ 5 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. സന്തോഷമൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്ത് സന്തോഷങ്ങളുണ്ടെങ്കിലും അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം അവർ ശരിക്കും ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. അവർക്ക് ഒരിക്കലും ഒരു പൂർണ്ണമായ സന്തോഷം ഇപ്പം ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. കാരണം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വിഷമത്തിലിരിക്കുന്ന എനർജിയാണത് ഈ ഇമോഷണൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പം ഈ പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്തുള്ള ഒരു വിഷമമായിരിക്കാം, അല്ലെങ്കിൽ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമമായിരിക്കാം. ലവ് ബിഗിൻസ് ആണ്. അപ്പോൾ വീണ്ടും ഒരു യൂണിയൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യമൊന്നും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും, ഇപ്പം നടക്കുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ കണക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഫ്രീക്വൻ്റ്ലി നിങ്ങൾ ശരിക്കും എനർജി വൈസ് നിങ്ങൾ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ആ ആളിന് ഒരിക്കലും മിസ്സിങ് ഇല്ല, നിങ്ങൾ അടുത്തില്ല എന്നുള്ളൊരു ഇതില്ല. പക്ഷേ ചെയ്തു പോയ കാര്യങ്ങളിൽ ആളിന് കുറേ വിഷമമുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും ഒരു യൂണിയൻ ഉടനെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ശരിക്കും അതവരത് ആഗ്രഹിക്കുന്നുണ്ട്, യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഹോപ്പാണ്, സ്റ്റാർ കാർഡാണ്, പ്രതീക്ഷയാണ്. അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. അവരുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ ഇത് സോളിൻ്റെ മെസ്സേജാണ്. അപ്പോൾ സോളിന് ഒരിക്കലും ഈഗോയോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല. അവർ പുറത്ത് കാണിക്കുന്നതാണ് ഈഗോ. അപ്പോൾ ഈ ഒരു സമയം അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ നിങ്ങളുമായിട്ടുള്ളൊരു യൂണിയനിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നന്മകളിലാണെന്നുള്ളതാണ് കേട്ടോ. ഇവർക്ക് ഈഗോ ഉണ്ടെങ്കിലും നിങ്ങൾ നല്ലതായിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷം അവരും സന്തോഷിക്കുന്നുണ്ട്, അവർ ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഈ സ്റ്റാർ കുറേ കാര്യങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പം ഹീലിംഗ് നടക്കുന്നുണ്ട്. ഒന്നുകിൽ ഇപ്പം നിങ്ങളോട് ചെയ്തതിൻ്റെ പെയിൻ അവർ ഹീൽ ഇരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു പോയ വിഷമം ഹീൽ ചെയ്യട്ടെ എന്നവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്. ഇതൊരു ഹെർമിറ്റ് കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം അവരും നിങ്ങളും പറഞ്ഞല്ലോ എനർജി വൈസ് കണക്റ്റഡ് ആണ്. അപ്പോൾ ശരിക്കും ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് ഇവർക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. വേറെ ഒരു ബന്ധങ്ങളും പോലെ ഇത് പെട്ടെന്ന് മാറ്റിവിടാനോ മാറിപ്പോകാനോ ഒന്നും തന്നെ പറ്റില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ സോള് അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ ടാരോ കാർഡിൽ കൂടി നമുക്കൊന്ന് നോക്കാം എന്താണ് ടാരോ പറയുന്നത് നോക്കാം. ടെൻ ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർക്കും നിങ്ങൾക്കും കുറേ കർമ്മ അനുഭവിച്ച് തീർക്കാൻ ഉണ്ടായിരിക്കാം. അപ്പം ആ ഒരു പ്രോസസ്സാണ് ഇപ്പം നടക്കുന്നത്. കുറേ കാര്യങ്ങളുണ്ട്, അപ്പം അത് തീരട്ടെ എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പം ശരിക്കും ഒരു പ്രണയമാണ്, ഒരു ജെന്യുവനായിട്ടുള്ളൊരു പ്രണയമാണ്. അപ്പോൾ ഈ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ വ്യക്തിയുമായിട്ടുള്ളൊരു പ്രണയം നിങ്ങൾക്കും അവർക്കും രണ്ടുപേർക്കും ഒരിക്കലും മടുക്കാത്തൊരു പ്രണയമാണ് എന്നുള്ളതാണ്. എംപ്രസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതും
ഇതിൽ എംബ്രറും എംബ്രസും വന്നിട്ടുണ്ട്, എംബ്രർ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫെമിനിൻ മസ്കുലൈൻ എനർജി ശരിക്കും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ തന്നെ പകുതിയാണ് ആ ഒരാൾ. അപ്പോൾ അതാണ് ആ ഒരു ഇത് പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വേണം. അതാണ് യൂണിവേഴ്സ്. അപ്പോൾ ഈ വ്യക്തിയുടെ സോള് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും സെപ്പറേറ്റഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. എനർജറ്റിക്കലി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടില്ല, നിങ്ങൾ ഫിസിക്കലി മാത്രമാണ് ഇപ്പോൾ കാണാതിരിക്കുന്നത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത്. അങ്ങനെ അവരുടെ ഒരു എനർജിയാണ് കേട്ടോ. ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്നത് നിങ്ങൾ ഫിസിക്കലി മാത്രമാണ്, നിങ്ങൾ കണ്ട് മാത്രമാണ്. അല്ലാതെ എനർജറ്റിക്കലി നിങ്ങൾ ശരിക്കും കണക്റ്റഡ് ആണ്. എപ്പോഴും നിങ്ങളും അവരെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കും, അവരും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ സോളിൽ നിന്നുള്ള മെസ്സേജ്, അതായത് അവരുടെ ട്രൂ ഫീലിങ്സ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.